ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD ഒരു പ്രത്യേക തരം പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ട അവസ്ഥകളിലൊന്നാണ്. ഒരു രോഗാവസ്ഥ എന്നതിലുപരി മാനസികപരമായി ഒരാളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് വേണം ഇതിനെ വിളിക്കാൻ. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരാളിൽ നിർബന്ധിതമായ ചട്ടങ്ങളും ആശങ്കകളും ഉണ്ടാകുകയും ഇത് പ്രകാരം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ആവർത്തിച്ചേർപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നതുമെല്ലാം ഈ അവസ്ഥയുടെ പ്രത്യേകതയാണ്. ഒരാളിലെ ഇത്തരം അവസ്ഥകൾ അടുപ്പമുള്ളവരിൽ വിഷമങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള നിർബന്ധിത പെരുമാറ്റ രീതികൾ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും വിവേചനരഹിതമായി ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമോ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇത് OCD ആണെന്ന് ഉറപ്പിക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. OCDയുടെ പ്രശ്നമുള്ള ആളുകളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. OCDയുടെ ഏറ്റവും പ്രധാന അടയാളങ്ങളെയും ലക്ഷണങ്ങളെയും തിരയുകയാണെങ്കിൽ അത് ഓരോ വ്യക്തികളിലും പലപ്പോഴായി ആവർത്തിച്ചുണ്ടാകുന്ന സ്വഭാവ രീതികളാണെന്ന് മനസ്സിലാക്കാനാവും. ഉദാഹരണത്തിന്, പതിവായി കൈ കഴുകുകയോ സോപ്പ് ഉപയോഗിച്ച് പലതവണ കൈകൾ കഴുകിയിട്ടും തൃപ്തി വരാത്തതായി അനുഭവപ്പെടുകയോ വീട്ടു സാധനങ്ങൾ പലതും കൃത്യമായ സ്ഥാനത്ത് വീണ്ടും വീണ്ടും അടുക്കി വയ്ക്കുകയോ ചെയ്യുന്നത് എല്ലാം OCDയുടെ ചില ലക്ഷണങ്ങളാണ്. സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അത്ര ഗൗരവമായി എടുക്കാതെ ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം പലപ്പോഴും കാണുന്നവർക്ക് ഒരു തമാശയായി അനുഭവപ്പെടാറുള്ളൂ. പക്ഷേ OCD പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറുന്നു. അവരിൽ ഉത്കണ്ഠകളും മാനസിക സമ്മർദ്ദവുമെല്ലാം വളരെ പെട്ടെന്ന് ഉടലെടുക്കുന്നു. OCD രോഗമുള്ള ഒരു വ്യക്തി സ്വയം സൃഷ്ടിച്ചെടുത്ത ചില നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവും. ഇത്തരം നിയമങ്ങൾ പലപ്പോഴും കർക്കശവും ഏകാധിപത്യപരവുമായിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഓരോ ദിവസങ്ങളിലും ചില പ്രത്യേക തരം ഭക്ഷണങ്ങളിൽ പറ്റി നിൽക്കുന്നത്, ചില പ്രത്യേക രീതികളിൽ മാത്രം കഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം OCDയെ സൂചിപ്പിക്കുന്നു. OCDയുടെ പ്രശ്നങ്ങൾ സാധാരണയായി ജോലി സ്ഥലങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ രോഗാവസ്ഥ നിങ്ങളുടെ സമയത്തെ ഏറ്റവും ദോഷകരമായ രീതിയിൽ കവർന്നെടുക്കുന്ന ഒന്നാണ്. അനാവശ്യമായ ചിന്തകളും OCDയുടെ ഭാഗമാണ്. ഇതിൽ ചിന്തകൾ സംഭവിക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഇത് വളരെയധികം സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. മേൽപ്പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സാധാരണയുള്ള ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഏതെങ്കിലും ഡോക്ടറുടെ സഹായം തേടുക. OCDയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങളുടെ സമയത്തെ ഏറ്റവും അധികം കവർന്നെടുക്കാനും നിങ്ങളുടെ ചിന്തകളെ കീഴടക്കാനും കാരണമാകും.